കണക്ക് പഠിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഞാൻ A4 വന്നിട്ടുണ്ട്. ഞാൻ തന്ന കണക്ക് പോലെ തന്നെ നിങ്ങളെ അത് കൂട്ടി കറക്റ്റാണ് കൂട്ടലുണ്ട് നമ്മളെന്ന്. അതെല്ലാവരും റെഡി ആക്കിയിട്ട് ഇതൊക്കെ ഇവരൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ. ഈ കണക്ക് മാസ്റ്റർമാരാണ് ഇവരൊക്കെ. കണക്ക് എല്ലാവരും ഇതിലേക്കും ഞാൻ ചെയ്തു തരും. ഞാൻ ആദ്യം എഴുതി കാണിച്ചു തരും. അതുപോലെ നിങ്ങൾ എഴുതുക. കൂട്ടേണ്ട രീതിയും ഞാൻ കാണിച്ചു തരും. ഓക്കെ, ഇങ്ങനെ എഴുതുക. 4 5 6 7 8 9. അപ്പോഴേ ഈ കണക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ കൂട്ടും. ഈ സംഖ്യ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. 1ക്ക് 2 ആക്കാം, 2ക്ക് 6 ആക്കാം, 6ക്ക് 9 ആക്കാം. പക്ഷേ ഒരു സംഖ്യ ഒരു പ്രാവശ്യം വരാൻ പാടുള്ളൂ. അപ്പോൾ അതിങ്ങനെ കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത് 15 കിട്ടണം. ഇങ്ങനെ ഞാൻ കൂട്ടും, അപ്പോഴും കിട്ടണം 15. ഇതുപോലെ കൂട്ടും, അതും കിട്ടണം 15. ഇങ്ങനെ കൂട്ടും, അപ്പോഴും കിട്ടണം 15. എങ്ങനെ കൂട്ടിയാലും നമുക്ക് 15 കിട്ടണം. 3 സംഖ്യ വരാൻ പാടുള്ളൂ. പിന്നെ അതിങ്ങനെ ക്രോസായിട്ട് കൂട്ടും. ക്രോസായിട്ട് കൂട്ടിയാലും 15 കിട്ടണം. ഇതേമാതിരി ഇങ്ങോട്ട് ക്രോസ് ആക്കും. എങ്ങനെ കൂട്ടിയാലും 15 കിട്ടണം. എങ്ങനെ കൂട്ടിയാലും 15 കിട്ടണം. ഇതെങ്ങനെ കിട്ടും? അതാണ് നിങ്ങൾ ചെയ്യേണ്ട കണക്ക്. ഓക്കെ, ഇത് എഴുതിയതൊക്കെ എങ്ങനെ കണക്കൂട്ടി എഴുതിക്കോ. ഇനിയിപ്പോൾ ഈ സംഖ്യ ഇതൊക്കെ ഇവിടെ എഴുതിയ സംഖ്യ, ആ സംഖ്യ ഇനി എഴുതാൻ പാടില്ല. ഓക്കെ, സംഖ്യ ഒരു പ്രാവശ്യം മാത്രമേ, 2 ആണെങ്കിൽ 2 ഒറ്റ പ്രാവശ്യം വരാൻ പറ്റുള്ളൂ. ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഖ്യനെ കൊണ്ടുപോവാം. 8ക്ക് 2 ആക്കാം, 2ക്ക് 6 ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓരോ സംഖ്യനും ഓരോ പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. ഏത് സംഖ്യ എങ്ങോട്ട് എടുത്താലും 2 സംഖ്യയിൽ 15 വരാൻ പാടില്ല. 3 സംഖ്യ തന്നെ വരണം. മനസ്സിലായില്ല? 3 സംഖ്യയിലാണ് 15 വരാൻ. നമുക്ക് കുട്ടി എഴുതി കൊണ്ടുവന്നല്ല ഈ കണക്ക് നോക്കുക, നമ്മൾ തെറ്റാണത്. ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് കണക്കൂട്ടി വെക്കാം. 8 ഉം 3 ഉം 11 4 15. അതൊക്കെ 5 ഉം 1 ഉം 6 ഉം 9 ഉം 15. ഓക്കെ, 7 ഉം 2 ഉം 9 ഉം 6 ഉം 15. ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനെ കൂട്ടി വെക്കാം നമുക്ക്. 6 ഉം 4 ഉം 10 ഉം 9 19. തെറ്റ്. 7 ഉം 3 ഉം 10 1 11. തെറ്റ്. അടുത്തത് 2 ഉം 5 ഉം 7 ഉം 8 ഉം 15. അതൊക്കെ. പിന്നെ 8 1 9 6 15. ക്രോസ് 15. ഓക്കെ, ഇത് 4 1 5 ഉം 2 ഉം എത്രയായി? 5 2 7. ഒക്കെ തെറ്റാണ് മോനെ, ഒഴിവാക്കിയാൽ ആ കണക്ക് തെറ്റി. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ 1 2 3 4 5 6 7 8 9. ഓക്കെ, പറച്ചിലില്ല, നിങ്ങൾക്ക് കാണാം. ഇതാണ് സിമ്പിൾ കണക്കൂട്ടല്. അപ്പോൾ നമുക്ക് എങ്ങനെ കൂട്ടിയാലും 15 കിട്ടണം, അത്രയേ ഉള്ളൂ. സംഖ്യ ഒരു പ്രാവശ്യം വരാനും പാടുള്ളൂ. ഓക്കെ, ഇനി അതോ ഇതാണ് കൂട്ടി പഠിക്കാൻ സിമ്പിൾ. നല്ലത് മനസ്സിലായോ? ഇപ്പോൾ 4 കോളായി. ഈ കോളത്തിനുള്ളിൽ 1 2 3 കോളായില്ലേ? ഈ 9ന് പുറത്തുള്ള സാധനം ഏതൊക്കെയാണ് പുറത്തുള്ളത്? 9 3 1 7. ഈ 9 2 വെട്ടുക. 9ന് വെട്ടിയിട്ട് 9ന് ഈ മേലത്തെ കോളത്തിലിടുക. ഈ 1ന് ഇവിടുന്ന് വെട്ടിയിട്ട് ഇവിടുത്തെ ലാസ്റ്റ് കോളത്തിലിടുക. 7 ഇവിടുന്ന് വെട്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയിടുക. 7. ഈ 3ന് ഇവിടെ നിന്ന് വെട്ടിയിട്ട് 3ന് സ്ഥാനത്ത് നിന്ന് വെട്ടിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 3ന് ഇവിടെ കൊണ്ടുപോയിടുക. കേട്ടോ? എന്നിട്ട് നമ്മൾ അപ്പോൾ ഒന്ന് കണക്കൂട്ടിക്കാം. ഇതിപ്പോൾ എങ്ങനെയാണ് വരിക? കണക്കൂട്ടിയിൽ ബാലൻസ് ആയിട്ട് 9 4 3 2 ഇങ്ങനെയാണ് ഈ കണക്ക് വരിക. അതായത് ഇങ്ങനെയുണ്ട് വരും 4 9 2. ഇത് സിമ്പിൾ പരിപാടിയാണ്. അടുത്തത് 3 5 7. അടുത്തത് 8 1 6. ഇതൊന്ന് കണക്ക് കൂട്ടുക. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി അതെങ്ങനെ കണക്ക് കൂട്ടുക? 4 9 13 2 15. ഇത് റെഡി അല്ലേ? ഇനി അടുത്തത് 3 5 8 7 15. ഇനി അടുത്തത് 9 6 8 9 6 15. ഇത് റെഡി. ഇനി അടുത്തത് ഇങ്ങനെ 2 7 9 6 15. 9 5 14 1 15. 4 3 7 8 15. ക്രോസായിട്ട് 5 4 9 6 15.
ഇനി ഇതൊക്കെ ഇങ്ങനെ 2 5 7 8 15 ഇങ്ങനെയാണ് ഈ കണക്ക് കൂട്ടൽ. ഓക്കെ, വെരി സിമ്പിൾ.